ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റാണ് കേരള ഹിസ്റ്ററി. അതിൻ്റെ 4ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. മൊഡ്യൂളിൻ്റെ പേര് കേരള ആഫ്റ്റർ 1956. 19-20 നൂറ്റാണ്ടുകളിൽ വൈവിധ്യമാർന്ന സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക സ്വാധീനങ്ങളുടെ സ്വാധീനത്തിൽ കേരളത്തിൽ ഒരു പുതിയ സാമൂഹിക ക്രമത്തിൻ്റെ ലയനത്തിന് സാക്ഷ്യം വഹിച്ചു. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ പോലും പരമ്പരാഗത സാമൂഹിക ഘടന ഇളകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയിരുന്നു. ഫ്യൂഡൽ സ്വഭാവമുള്ള ആചാരങ്ങളും സ്ഥാപനങ്ങളും പഴയ ക്രമത്തിൻ്റെ മറ്റു പല അവശിഷ്ടങ്ങളും പരിഷ്കരിക്കപ്പെടുകയോ തുടച്ചു നീക്കപ്പെടുകയോ ചെയ്തു. ലാൻഡ് റിഫോംസ് ആൻഡ് എൻഡ് ഓഫ് ഫ്യൂഡലിസം. കേരളത്തിലെ ഭൂവുടമകളും കുടിയാന്മാരും തമ്മിലുള്ള സങ്കീർണമായ ബന്ധം 19ാം നൂറ്റാണ്ട് മുതൽ ഭൂപരിഷ്കരണത്തിലേക്ക് എത്തിച്ചു. തിരുവിതാംകൂറിലെ ആദ്യകാല ഭൂനിയമനിർമ്മാണങ്ങളിലൊന്നാണ് തിരുവിതാംകൂർ റയട്ടുകളുടെ മാഗ്നാകാർട്ട എന്ന് വാഴ്ത്തപ്പെട്ട 1040 കാലഘട്ടത്തിലെ, അതായത് ജൂൺ 1865 കാലഘട്ടത്തിലെ പണ്ടാരപ്പാട്ടം വിളംബരം. ഇത് സർക്കാർ പട്ടം ഭൂമിയിൽ അവകാശം നൽകുകയും പണ്ടാരവക അഥവാ സർക്കാർ ഭൂമിയുടെ ഉടമസ്ഥയ്ക്ക് ഉടമസ്ഥാവകാശം നൽകുകയും ഏകപക്ഷീയമായ കുടിയൊഴിപ്പിക്കൽ ഭയത്തിൽ നിന്ന് കുടിയാന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നിയമമായിരുന്നു. ഇതിനെ തുടർന്ന് 1042 KE എന്ന് പറഞ്ഞാൽ 1867 രാജകീയ പ്രഖ്യാപനം, ആ ഒരു വർഷത്തിലുണ്ടായ രാജകീയ പ്രഖ്യാപനം കുടിയാന്മാരുടെയും ഭൂവുടമകളുടെയും അവകാശങ്ങളും കടമകളും നിർവചിച്ചു. 1071 KEയുടെ ജന്മി കുടിയാൻ റെഗുലേഷനായി പ്രഖ്യാപനം ക്രോഡീകരിച്ചു. 1896 വർഷം. പിന്നീട് 1108 KE. ഈ KE എന്ന് പറയുന്നത് കേരള ഇറയാണ്. 1932 12ാം റെഗുലേഷൻ ഭേദഗതി ചെയ്തു. ഇത് ജന്മിക്കരം നൽകുന്നതിന് വിധേയമായി കുടിയാന്മാർക്ക് പൂർണ്ണ ഉടമസ്ഥാവകാശം നൽകി. കുടിയൊഴിപ്പിക്കൽ തടയുന്നതിനും കുടിയാന്മാർക്ക് സ്ഥിരമായ അവകാശങ്ങൾ നൽകുന്നതിനുമായി ആദ്യം കൊച്ചിയിൽ ഭൂപരിഷ്കരണം കൊണ്ടുവന്നു. 1038 കേരള ഇറയിൽ പുറപ്പെടുവിച്ച ഒരു രാജകീയ റിട്ട് അല്ലെങ്കിൽ തിട്ടൂരം 12 വർഷത്തിനു മുമ്പ് കാനം കുടിയാന്മാരെ കുടിയൊഴിപ്പിക്കുന്നത് തടഞ്ഞു. എന്നാൽ ഇത് ഒരു താൽക്കാലിക പാലിയേറ്റീവ് മാത്രമായിരുന്നു. 1915 1090 KEയിലെ വാടക നിയമം 1885 മുമ്പ് കാനം കൈവശം വെച്ചവർക്ക് കുടിശ്ശിക സ്ഥിരപ്പെടുത്തുന്നതിനും കുടിയാന്മാർക്ക് അവർ വരുത്തിയ മെച്ചപ്പെടുത്തലുകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുമായിട്ട് ഈ ഒരു നിയമം നടപ്പാക്കി. 1013 കൊച്ചിൻ ടെനൻസി നിയമം, അതായത് 1938 കൊച്ചിൻ ടെനൻസി നിയമം മേൽപ്പറഞ്ഞ നിയമത്തെ അസാധുവാക്കിക്കൊണ്ട് 1885 1915 ഇടയിൽ സൃഷ്ടിക്കപ്പെട്ട കാനങ്ങൾക്ക് കുടിശ്ശിക സുരക്ഷ നൽകുകയും കുടിയാന്മാരെ കുടിയൊഴിപ്പിക്കുന്നതിന് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. കൊച്ചിയിലെ മറ്റൊരു ഭൂപരിഷ്കരണമാണ് വരും പട്ടംദാർ ആക്ട് 1943. ഇത് ഇഷ്ടാനുസരണം കുടിയാന്മാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും പാട്ടക്കാർക്കും സബ്ലസികൾക്കും അവരുടെ കൈവശാവകാശത്തിന്റെ കാര്യത്തിൽ സുരക്ഷിതത്വം നൽകുകയും ചെയ്തു. മലബാറിൽ അടിക്കടിയുള്ള കുടിയൊഴിപ്പിക്കലും അമിത വാടക ഈടാക്കലും ഭൂവുടമകളും വാടകക്കാരും തമ്മിലുള്ള ബന്ധം വഷളാക്കുകയും ജില്ലയുടെ സമാധാനം തകർക്കുന്ന ഗുരുതരമായ അസ്വസ്ഥതകൾക്ക് കാരണമാകുകയും ചെയ്തു. മാപ്പിള പൊട്ടിത്തെറിയുടെ കാരണങ്ങൾ അന്വേഷിച്ച വില്യം ലോഗൻ കുടിയാന്മാരുടെ ചില വിഭാഗങ്ങൾക്ക് സ്ഥിരതാമസം നൽകാൻ ശുപാർശ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരം കുടിയാന്മാർക്കുള്ള മലബാർ കോമ്പൻസേഷൻ ഇംപ്രൂവ്മെൻറ്റ് ആക്ട് 1887 പാസ്സാക്കപ്പെടുകയും ചെയ്തു. ചില അപാകതകൾ പരിഹരിക്കുന്നതിനായി 1900 ഭേദഗതി വരുത്തിയെങ്കിലും റാക്ക് വാടകയ്ക്കെടുക്കലും കുടിയൊഴിപ്പിക്കലും വലിയ തോതിൽ തുടർന്നു. 1930 മലബാർ ടെനൻസി ആക്ടിൽ നിരവധി വിഭാഗങ്ങളിലെ കുടിയാന്മാർക്ക് കുടിശ്ശിക ഉറപ്പു നൽകുന്നതിനും സിവിൽ കോടതികൾ ന്യായമായ വാടക നിശ്ചയിക്കാൻ പരാതിപ്പെട്ട കക്ഷിയെ പ്രാപ്തരാക്കുന്നതിനുമുള്ള വിപുലമായ വ്യവസ്ഥകൾ അടങ്ങിയിട്ടുണ്ടായിരുന്നു. കുടിയൊഴിപ്പിക്കൽ തടയുന്നതിനും കുടിയാന്മാരുടെ താൽപ്പര്യങ്ങൾ കൂടുതൽ ഫലപ്രദമായി സംരക്ഷിക്കുന്നതിനുമായി 1945, 51, 54 വർഷങ്ങളിൽ നിയമം ഭേദഗതി ചെയ്തു. 1954 തിരുവിതാംകൂർ, കൊച്ചി സംസ്ഥാനങ്ങളിലെ
പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രാലയം നിലവിലുള്ളതും ഭാവിയിൽ കൈവശം വയ്ക്കുന്നതുമായ വ്യാപ്തി പരിമിതപ്പെടുത്തുന്ന ഒരു ബില്ല് അവതരിപ്പിച്ചു. പ്രധാനമായും ഈ വിഷയത്തിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നതുകൊണ്ട് ഈ ബിൽ നിയമമാക്കിയില്ല. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ അധികാരത്തിലെത്തിച്ചു. ഭൂപരിഷ്കരണം സംസ്ഥാനത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ പരിവർത്തനത്തിനുള്ള പരിപാടിയുടെ കേന്ദ്രബിന്ദുവായി മാറി. അധികാരമേറ്റ ഉടനെ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് എന്ന നിലയിൽ ആദ്യത്തെ നിയമനിർമ്മാണ നടപടി ഭൂവുടമകൾ കുടിയാന്മാരെ കുടിയൊഴിപ്പിക്കുന്നതിന് സ്റ്റേ ചെയ്യുകയായിരുന്നു. കുടിക്കിടപ്പുകാർക്കും ഉപകുടിയന്മാർക്കും പുറമെ ഇതുവരെ കുടിയാന്മാരുടെ നിയമപരമായ പദവി ഇല്ലാതിരുന്ന കുടിൽ നിവാസികളെയും ഈ നിയമനിർമ്മാണത്തിൻ്റെ അധികാരപരിധിയിലേക്ക് കൊണ്ടുവന്നു. 1957 ഡിസംബർ അവസാനം അവതരിപ്പിക്കുകയും 1959 ജൂൺ 10 പാസാക്കിയ കേരള അഗ്രേറിയൻ റിലേഷൻ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സമഗ്രമായ നിർദ്ദേശങ്ങൾ ഈ അഡ്ഹോക്ക് നടപടിയെ തുടർന്നുള്ളതാണ്. വരംദാർ അഥവാ ഷെയർ ക്രോപ്പർമാർ കൂടാതെ പലായനം ചെയ്യുന്ന കർഷകർ പോലും 1956 ശേഷം കുടിയൊഴിപ്പിക്കപ്പെട്ട കുടിയാന്മാർക്ക് പോലും അവരുടെ സ്ഥാനം നിലനിർത്താൻ അർഹതയുണ്ട്. ന്യായമായ വാടക നിശ്ചയിച്ചു. നഷ്ടപരിഹാരം നൽകി. ഉടമസ്ഥാവകാശം വാങ്ങാനുള്ള അവകാശം വാടകക്കാർക്ക് നൽകി. ന്യായമായ വാടകയുടെ 16 ഇരട്ടിയിൽ കൂടരുത്. പരിധി നിശ്ചയിച്ചു. 22.5 ഏക്കർ ഏകവിള ഭൂമി, 30 ഏക്കർ വരണ്ട ഭൂമി, ഒരു കുടുംബ യൂണിറ്റ് കൈവശം വയ്ക്കാവുന്ന പൂന്തോട്ട ഭൂമി 15 ഏക്കർ. എന്നിരുന്നാലും ചെറുകിട ഉടമകൾ 5 ഏക്കറിൽ താഴെ മാത്രം സംരക്ഷിക്കപ്പെട്ടു. സ്വന്തം കൃഷിക്കായി കുടിയൊഴിപ്പിക്കുന്നതിലൂടെ അവർക്ക് കുടിയാന്മാരിൽ നിന്ന് ഉടമസ്ഥാവകാശം പുനരാരംഭിക്കാൻ ആകും. കൂടാതെ തോട്ടം അല്ലെങ്കിൽ കശുവണ്ടി എസ്റ്റേറ്റുകൾ, മതപരവും ചാരിറ്റബിൾ സ്ഥാപനങ്ങളും കൈവശം വെച്ചിരുന്ന ഭൂമിക്ക് പരിധി വ്യവസ്ഥകളിൽ നിന്ന് ഇളവ് നൽകി. വേഗത്തിൽ നടപ്പാക്കാൻ ലാൻഡ് ബോർഡുകൾ രൂപീകരിച്ചു. ഇത്തരം ഇളവുകൾ കാർഷിക ബന്ധങ്ങളുടെ നിർദ്ദിഷ്ട പരിഷ്കാരത്തെ ഫലത്തിൽ നിന്ന് നിർത്തലാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടിക്കിടപ്പിനുള്ള പരിഷ്കാരങ്ങളുടെ ഒരു പരിപാടിയാക്കി മാറ്റി. കാർഷിക ഘടനയുടെ ബാക്കി ഭാഗങ്ങൾ വലിയ തോതിൽ സ്പർശിക്കാതെ വിടേണ്ടി വന്നു. 5 ഏക്കറിൽ കൂടാത്ത ഭൂവുടമകൾക്ക് ഉടമസ്ഥാവകാശം നേടാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ പിരിച്ചുവിടലിന് ശേഷം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ സഖ്യ സർക്കാർ അധികാരത്തിൽ വന്നു. സർക്കാർ പുതിയ ഭൂപരിഷ്കരണ ബില്ല് കൊണ്ടുവന്നെങ്കിലും മുൻ ബില്ലിലെ വ്യവസ്ഥകളിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താതെയായിരുന്നു അത്. അതനുസരിച്ച് 1960 കേരള അഗ്രേറിയൻ റിലേഷൻ ആക്ട് പാസാക്കി. ഭൂമി കൈമാറ്റം, മേൽത്തട്ട്, കുടിയൊഴിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച് പുതിയ ഇളവുകൾ കൊണ്ടുവന്നു. എന്നാൽ 1963 കേരള ഹൈക്കോടതി ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ തീവ്രമായ ലംഘനമാണെന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് നിയമനിർമ്മാണം പോലും ഒരു ഗുണവും നൽകിയില്ല. പ്രവർത്തനരഹിതമായ നിയമത്തിന് പകരം പുതിയ ഒന്ന്, അതായത് 1963 കേരള ഭൂപരിഷ്കരണ നിയമം, അതിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം ഭരണഘടനയുടെ 9ാം ഷെഡ്യൂൾ കോടതിയുടെ പരിധിക്ക് പുറത്താണ് ഇത് സ്ഥാപിച്ചത്. നിയമപരമായ വെല്ലുവിളിയിൽ നിന്ന് മുക്തമായതിനാൽ ഈ നിയമം ഉടൻ പ്രാബല്യത്തിൽ വന്നു. എന്നിരുന്നാലും നിയമം പ്രാബല്യത്തിൽ വന്ന ഉടൻ തന്നെ രാഷ്ട്രീയ അസ്ഥിരത ഉടലെടുത്തു. അതിനാൽ ഒരു രാഷ്ട്രീയ ദിശാബോധവുമില്ലാതെ വലിയ തോതിൽ ബ്യൂറോക്രസിക്ക് വിട്ടുകൊടുത്ത നടപ്പാക്കൽ വളരെ മന്ദഗതിയിലായി. ഇതിനിടയിൽ വിൽപ്പന, വിഭജനം, സമ്മാനം എന്നിവയിലൂടെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്തുകൊണ്ട് ഭൂമി കൈമാറ്റം ഗണ്യമായ തോതിൽ നടക്കുന്നുണ്ടായിരുന്നു. 1961 നിയമത്തിൻ്റെ കാലയളവിലും 1964 ഏപ്രിലിൽ അത് പ്രാബല്യത്തിൽ വരുന്നതിന് മുൻകാല പ്രാബല്യത്തോടുകൂടി 1967 CPIM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. 1964 ശേഷം കുടിയൊഴിപ്പിക്കപ്പെട്ട കുടിയാന്മാരെ പുനഃസ്ഥാപിക്കുന്നതിനും ഭാവിയിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നത് തടയുന്നതിനും 1959 ബില്ലിലെ യഥാർത്ഥ വ്യവസ്ഥകൾ ഒരു വലിയ പരിധിവരെ നിലനിർത്തുന്നതിനുമായി അത് ഉടനടി നിയമനിർമ്മാണം കൊണ്ടുവന്നു. ഇത് കുടിൽ നിവാസികൾക്ക് സ്ഥിരതാമസവും നാമമാത്രമായ വിലയ്ക്ക് 1 ഏക്കറിൻ്റെ 10 വരെ ഭൂമി വാങ്ങാനുള്ള അവകാശവും ഉറപ്പാക്കി. അന്നു മുതൽ നിലവിൽ വന്ന ഭൂപരിഷ്കരണ നിയമമാണ് ഭേദഗതി ചെയ്ത നിയമം, അഥവാ കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം, KLRAA 1969. ഭേദഗതി ചെയ്ത നിയമം കുടിയാന്മാരുടെ കൈവശമുള്ള എല്ലാ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം സർക്കാരിൽ നിക്ഷിപ്തമാക്കി. കുടിയാന്മാർ തങ്ങൾ കൈവശം വെച്ചിരുന്ന ഭൂമിയുടെ യഥാർത്ഥ ഉടമകളായി മാറുകയും ഉടമകളുമായുള്ള പ്രശ്നം ഏത് രൂപത്തിലും പരിഹരിക്കാനുള്ള ഓപ്ഷൻ നിഷേധിക്കുകയും ചെയ്തു. കുടിക്കിടപ്പിൻ്റെ തെളിവിൻ്റെ ഭാരം വാടകക്കാരിൽ നിന്ന് ഭൂവുടമയിലേക്ക് മാറ്റി.
ചെറുകിട ഉടമകൾക്ക് 5 ഏക്കറിന് താഴെയുള്ള ഭൂമി പുനരാരംഭിക്കാനുള്ള അവകാശം നിലനിർത്തുകയും ഒരു കുടുംബത്തിന് പരമാവധി 20 ഏക്കറിന് വിധേയമായി ഉടമസ്ഥാവകാശത്തിൻ്റെ പരിധി താഴ്ത്തുകയും ചെയ്തു. പരിധിയിൽ നിന്നുള്ള ഇളവ് നിലനിന്നിരുന്നുവെങ്കിലും കുറച്ച് തോട്ടങ്ങളെ ഒഴിവാക്കിയെങ്കിലും തോട്ടത്തിൻ്റെ നിർവചനം 1070 മുതൽ ഇടുങ്ങിയതായിരുന്നു. കർഷക യൂണിയനുകളും CPIMലെ മറ്റ് സംഘടനകളും ഇപ്പോൾ അധികാരത്തിലില്ലാത്തതിനാൽ ഭൂപരിഷ്കരണം നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാന വ്യാപകമായി തീവ്രമായ പ്രചാരണം ആരംഭിച്ചു. സീലിംഗ് വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതുകൊണ്ട് 1972 CPIM അധിക ഭൂപ്രക്ഷോഭം ആരംഭിച്ചു. ഭൂപരിഷ്കരണത്തിൻ്റെ ആഘാതം എല്ലാ കുടിയാന്മാർക്കും ഉടമസ്ഥാവകാശം നൽകുന്നതിൽ കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ്. ഭൂപ്രഭുത്വം തുടച്ചു നീക്കപ്പെട്ടതിൻ്റെ സമഗ്രതയും വേഗവും ഇന്ത്യയിൽ മറ്റൊരിടത്തും സമാനതകളില്ലാത്തതാണ്. ജാതി പീഡിത സമൂഹത്തിൽ സാമൂഹിക പദവിയിൽ ഏറ്റവും ഉയർന്ന പദവിയും 3 ലക്ഷം കുടിക്കിടപ്പുകാരും അവരിൽ ഗണ്യമായ പങ്കും കർഷക അടിമകൾ അല്ലെങ്കിൽ അനുബന്ധ തൊഴിലാളികൾ 1 ഏക്കറിൻ്റെ 10 സ്ഥലവും പ്രാദേശിക വാസസ്ഥലവും വിലാസവും ലഭിച്ച ഒരു വാടകക്കാരനെ ഉന്മൂലനം ചെയ്തു. അവരുടെ സ്വന്തം ഉൽപ്പാദന ബന്ധങ്ങളുടെ ഒരു പുതിയ യുഗം പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് എഡ്യൂക്കേഷണൽ റിഫോംസ് ആൻഡ് ഗ്രോത്ത് ഓഫ് എഡ്യൂക്കേഷൻ എന്ന ഭാഗമാണ്. കേരളത്തിലെ എല്ലാ മേഖലകളിലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ പാകി. പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെയും വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗവൺമെൻറ്റും സ്വകാര്യ ഏജൻസികളും കാലക്രമേണ കൂടുതൽ കോളേജുകൾ ആരംഭിക്കാൻ തുടങ്ങി. പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യകാലങ്ങളിൽ അതാത് മേഖലകളിലെ ആദ്യകാല പ്രൊഫഷണൽ കോളേജുകളിൽ ലോ കോളേജ് തിരുവനന്തപുരം 1874 സ്ഥാപിക്കപ്പെട്ടു. ആയുർവേദ കോളേജ് തിരുവനന്തപുരം 1889, എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം 1939, സ്വാതി തിരുനാൾ അക്കാദമി ഇപ്പോൾ സംഗീത കോളേജ് എന്ന പേരിൽ അറിയപ്പെടുന്നു 1939 സ്ഥാപിച്ചു. മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം 1951, അഗ്രികൾച്ചറൽ കോളേജ് തിരുവനന്തപുരം 1955, വെറ്റിനറി കോളേജ് തൃശ്ശൂർ 1955. ഇങ്ങനെയുള്ള കുറേ കോളേജുകൾ ആദ്യകാല പ്രൊഫഷണൽ കോളേജ് അതാത് മേഖലകളിലെ ആദ്യകാല പ്രൊഫഷണൽ കോളേജുകളായിരുന്നു ഇവയെല്ലാം. ഇനി യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് നോക്കാം. 1937 വരെ കേരളത്തിലെ സ്വന്തമായി ഒരു സർവകലാശാല ഇല്ലായിരുന്നു. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ 3 മേഖലകളിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യങ്ങൾ അന്തർ സംസ്ഥാന അധികാര പരിധിയിലുണ്ടായിരുന്ന മദ്രാസ് സർവകലാശാലയാണ് നിറവേറ്റിയിരുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഗവൺമെൻറ്റും സ്വകാര്യമായ ചുരുക്കം ചില ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ആവശ്യം ക്രമാനുഗതമായി വളർന്നു. നിലവിലുള്ള കോളേജുകൾക്ക് ആവശ്യം തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിനിടെ മലയാളം സംസാരിക്കുന്ന പ്രദേശത്ത് ജനങ്ങളുടെ സംസ്കാരത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും പോഷണം ഉൾക്കൊണ്ട് പുതിയൊരു സർവകലാശാല വേണമെന്നും അഭിപ്രായമുയർന്നു. ഇതിൻ്റെ അധികാരപരിധിയിലുള്ളൂ. 1949 തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ച് തിരുവിതാംകൂർ കൊച്ചി എന്ന പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതുവരെ ഇതായിരുന്നു അവസ്ഥ. പുതിയ സംസ്ഥാന രൂപീകരണത്തോടെ കൊച്ചി പ്രദേശത്തെ എല്ലാ സർക്കാർ കോളേജുകളും തിരുവിതാംകൂർ സർവകലാശാലയുടെ കീഴിലായി. എന്നിരുന്നാലും 1956 നവംബറിൽ മലയാളം സംസാരിക്കുന്ന കേരള സംസ്ഥാനം പിറവിയെടുക്കുകയും 1957 കേരള സംസ്ഥാനത്തിലെ ആദ്യ ജനകീയ മന്ത്രാലയം കേരള യൂണിവേഴ്സിറ്റി ആക്ട് നടപ്പിലാക്കുകയും ചെയ്തതിനു ശേഷം കൊച്ചി, മലബാർ പ്രദേശങ്ങളിലെ എല്ലാ കോളേജുകളും ഏകഭരണത്തിന് കീഴിലായി. സംസ്ഥാനത്തെ സർവകലാശാല അങ്ങനെ 1957 കേരള സർവകലാശാല നിയമം പഴയ തിരുവിതാംകൂർ സർവകലാശാലയുടെ സ്വഭാവത്തെ മാറ്റിമറിച്ചു. 1950കളിലും 1960കളിലും സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ക്രമാനുഗതമായ വികാസത്തോടുകൂടി കേരള സർവകലാശാല ഒരു അവിഭാജ്യ അഫിലിയേറ്റഡ് സർവകലാശാലയായി മാറുകയും സംസ്ഥാനത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പുതിയ സർവകലാശാലകൾ സ്ഥാപിക്കുന്നത് ഒരു പരമമായ ആവശ്യമായി മാറുകയും ചെയ്തു. ഈ ലക്ഷ്യത്തോടുകൂടി കേരള സർവകലാശാലയുടെ കീഴിൽ 2 സർവകലാശാല കേന്ദ്രങ്ങൾ തുറന്നു. ഒന്ന് കാലിക്കറ്റിലും മറ്റൊന്ന് കൊച്ചിയിലെ തൃക്കാക്കരയിലുമായിരുന്നു. തൃക്കാക്കരയിലും സംസ്ഥാനത്തിൻ്റെ വടക്കൻ ജില്ലയുടെ അധികാര പരിധിയിൽ 1968 കാലിക്കറ്റിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരു സമ്പൂർണ്ണ അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് രൂപാന്തരപ്പെട്ടു. അതുപോലെ എറണാകുളത്തെ സർവകലാശാല കേന്ദ്രവും 1971 സമ്പൂർണ്ണ സർവകലാശാലയായി സ്ഥാപിതമായി. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഒരു ഫെഡറൽ തരത്തിലായിരുന്നു.
കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഒരു ഫെഡറൽ തരത്തിലായിരുന്നു. കൂടാതെ എറണാകുളത്ത് കേരള യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിനെ നിയന്ത്രണത്തിലേക്ക് മാറ്റി. അങ്ങനെ കേരളം, കാലിക്കറ്റ്, കൊച്ചി എന്നിങ്ങനെ 3 വ്യത്യസ്ത സർവകലാശാലകൾ കേരള സംസ്ഥാനം പിറന്ന് 15 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിലവിൽ വന്നു. തൃശൂർ ആസ്ഥാനമായുള്ള കേരള കാർഷിക സർവകലാശാലയും ഈ പട്ടികയിൽപ്പെടുന്നു. ഈ സർവകലാശാലയുടെ ലക്ഷ്യം സംസ്ഥാനത്ത് കാർഷിക വിദ്യാഭ്യാസവും ഗവേഷണവും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുക എന്നതാണ്. അതിൻ്റെ അധികാരപരിധി സംസ്ഥാന വ്യാപകവുമാണ്. പ്രൈവറ്റ് സെക്ടർ ഇൻ എഡ്യൂക്കേഷൻ. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു സവിശേഷത സ്വകാര്യ മേഖലയുടെ ആധിപത്യമാണ്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് തിരുവിതാംകൂർ കൊച്ചി പ്രദേശത്തെ വിദ്യാഭ്യാസ പുരോഗതിക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ വടക്കൻ പ്രദേശം സാക്ഷരതയുടെയും വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെയും കാര്യത്തിൽ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളേക്കാൾ പിന്നിലായെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാർ ആ പ്രദേശത്ത് അത്ര സജീവമായിരുന്നില്ല എന്നതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ കൈവരിച്ച ഫലങ്ങൾ സമീപകാലത്ത് ക്രൈസ്തവ ഇതര സംഘടനകൾക്കും ഈ രംഗത്തേക്ക് പ്രവേശിക്കാനും സ്വന്തമായി സ്ഥാപനങ്ങൾ ആരംഭിക്കുവാനും പ്രോത്സാഹനം നൽകി. നൂറ്റാണ്ടിൻ്റെ 40 മുതൽ നായർ സർവീസ് സൊസൈറ്റി, ശ്രീനാരായണ ട്രസ്റ്റുകൾ, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി തുടങ്ങിയ സംഘടനകൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് വലിയ രീതിയിൽ പ്രവേശിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ എന്നിവ സ്ഥാപിച്ചു. സ്വകാര്യ സ്കൂളുകളിലെയും കോളേജുകളിലെയും അധ്യാപകരുടെ സേവന വ്യവസ്ഥകൾ തൃപ്തികരമല്ലെന്ന് എല്ലാ ഭാഗത്തു നിന്നും പരാതി ഉയർന്നിരുന്നു. ആത്യന്തികമായി ഗവൺമെൻറ് ഇടപെടുകയും സ്വകാര്യ സ്കൂളുകളിലെയും കോളേജുകളിലെയും അധ്യാപകർക്ക് സർക്കാർ സർവീസിലെ കൗണ്ടർ പാർട്സിന് തുല്യമായി നേരിട്ട് ശമ്പളം നൽകുന്ന സംവിധാനം അവതരിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നു. 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് സ്വകാര്യ സ്കൂൾ അധ്യാപകരുടെ കാര്യത്തിൽ ഈ പരിഷ്കാരം കൊണ്ടുവന്നെങ്കിലും അധ്യാപകരും മാനേജ്മെൻറ്റും രംഗത്ത് വന്ന പ്രക്ഷോഭങ്ങളുടെ ഒരു പരമ്പരയുടെ പാരമ്യമെന്ന നിലയിൽ 1972 മാത്രമാണ് സ്വകാര്യ കോളേജുകളിൽ ഇത് നിലവിൽ വന്നത്. ഗ്രോത്ത് ഓഫ് ലിറ്ററസി. പൊതുവിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളം മുൻപന്തിയിലാണ്. സാക്ഷരതയുടെ ശതമാനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം, എൻറോൾമെൻറ്റ് അനുപാതം, വിദ്യാഭ്യാസത്തിനായുള്ള ആളോഹരി ചെലവ്, വിദ്യാഭ്യാസത്തിനായി നീക്കിവച്ചിരിക്കുന്ന സംസ്ഥാന വരുമാനത്തിൻ്റെ അനുപാതം തുടങ്ങിയ അംഗീകൃത മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൻ്റെ നേട്ടം തീർച്ചയായും ശ്രദ്ധേയമാണ്. 1961-71 കാലഘട്ടത്തിൽ കേരളത്തിൽ സാക്ഷരതാ ശതമാനം 42-ൽ നിന്ന് 60 ഉയർന്നപ്പോൾ രാജ്യത്ത് മൊത്തത്തിൽ അത് 24-ൽ നിന്ന് 29 ഉയർന്നു. സ്ത്രീ സാക്ഷരതയുടെ കാര്യത്തിൽ കേരളത്തിന് ശ്രേഷ്ഠമായ ഒരു റെക്കോർഡ് ഉണ്ടെന്നതും എടുത്തു പറയേണ്ടതാണ്. മാതൃഭാഷയുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുമ്പോൾ ജനസംഖ്യാ വിതരണം കാണിക്കുന്നത് 96.01% ആളുകൾ മലയാളം സംസാരിക്കുന്നവരാണെന്നാണ്. അതായത് 205 ലക്ഷം. തമിഴ് സംസാരിക്കുന്ന 5 ലക്ഷം പേരുണ്ട്, അതായത് 2.37%. മറ്റു ഭാഷാ ന്യൂനപക്ഷങ്ങൾ, അതായത് തുളു, കന്നഡ, കൊങ്കണി, തെലുങ്ക്, മറാത്തി, ഉറുദു, ഹിന്ദി, ഗുജറാത്തി എന്നിവ സംസാരിക്കുന്നവരുടെ എണ്ണം 1 ലക്ഷത്തിൽ താഴെയാണ്. കേരള മോഡൽ ഡെവലപ്മെൻറ്റ്. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുത്ത ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ശുപാർശകളുടെ ഒരു കൂട്ടമാണ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ്. 1970-കളിൽ ഭൂപരിഷ്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസ പ്രവേശനം, ശിശുക്ഷേമം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന തുല്യമായ വളർച്ചയുടെ മാതൃകയായാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഉയർന്ന സാക്ഷരത, ആരോഗ്യ പരിരക്ഷയുള്ള വിശാലമായ സാമൂഹിക പ്രവേശനം, കുറഞ്ഞ ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം മെച്ചപ്പെടുത്തൽ, ശ്രദ്ധേയമായ സാമൂഹിക വികസനം എന്നിവ കൈവരിക്കൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രാപ്തമാക്കിയ മാർഗങ്ങളും നടപടികളും. ഇപ്പോൾ നൽകിയിരിക്കുന്ന പേരാണ് കേരള മോഡൽ. സംസ്ഥാനം വളരെ ഉയർന്ന സാക്ഷരതാ നിരക്ക് കൈവരിച്ചു. വികസിത രാജ്യങ്ങളിലേതിന് തുല്യമായ ആയുർദൈർഘ്യം, ലോകത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുകളിലൊന്ന്, ജനസംഖ്യാ വളർച്ചാ നിയന്ത്രണത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്ന്, അടിസ്ഥാന വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, ഭൂപരിഷ്കരണം, സാമൂഹ്യ സുരക്ഷ എന്നിവ ഉൾപ്പെടുന്ന വികസനം, തൊഴിൽ, പെൻഷൻ എന്നിവയിൽ പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് സംസ്ഥാനം സ്വീകരിച്ച നടപടിയുടെ ഫലമായാണ് കേരളം ഇതെല്ലാം നേടിയത്.
സമ്പദ് വ്യവസ്ഥ, സമൂഹം, ബൗദ്ധിക ചിന്ത, രാഷ്ട്രീയ ബോധം എന്നിങ്ങനെ പരസ്പര ബന്ധിതമായ വിവിധ മേഖലകളിലെ ചിട്ടയായ വികസനത്തിൻ്റെ പരിസമാപ്തിയാണ് കേരളത്തിൻ്റെ നേട്ടങ്ങൾ. എല്ലാറ്റിനും ഉപരിയായി ചില പ്രത്യേകതകളിൽ താരതമ്യപ്പെടുത്തുന്ന പശ്ചിമ ബംഗാളിൽ നിന്ന് പോലും സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും തികച്ചും വ്യത്യസ്തമായ ഒരു സംസ്ഥാനമാണിത്. കുറഞ്ഞ വരുമാനം ഉണ്ടായിരുന്നിട്ടും സംസ്ഥാനത്തിന് രാഷ്ട്രീയമായി സജീവവും ഉയർന്ന സാക്ഷരതയും ആരോഗ്യമുള്ളതുമായ ഒരു ജനസംഖ്യയുമുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ കണ്ടെത്തി. സംസ്ഥാനത്തിൻ്റെ വികസന സൂചികകളും സംസ്ഥാനത്തിൻ്റെ ദരിദ്ര പ്രതിശീർഷ വരുമാനവും തമ്മിലുള്ള പൊരുത്തക്കേടാണ് സാമ്പത്തിക വിദഗ്ധനെ അത്ഭുതപ്പെടുത്തിയത്. അത് ദേശീയ ശരാശരിയേക്കാൾ വളരെ താഴെയായിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിലെ ലിംഗവ്യത്യാസവും പ്രവേശന അസമത്വവും കേരളം വിജയകരമായി പരിഹരിച്ചു. പേർഷ്യൻ ഗൾഫിലെ രാജ്യത്തിലേക്കുള്ള സാമ്പത്തിക കുടിയേറ്റം 1970-കൾ മുതൽ ഒരു സുപ്രധാന പ്രതിഭാസമായി മാറുകയും പ്രവാസി മലയാളികൾ അയക്കുന്ന പണം സംസ്ഥാനത്തിന് നല്ലൊരു വരുമാന മാർഗമായി മാറുകയും ചെയ്തു. വളരെ ദരിദ്രമായ ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഗൾഫ് കുതിച്ചുചാട്ടത്തിന് കേരളം ഒരു അനുഗ്രഹം അനുഭവിച്ചു. കാരണം അതിൻ്റെ സാമൂഹിക വികസന പരിപാടികൾ നിലനിർത്തുന്നതിന് അതിൻ്റെ സർക്കാരിന് സാമ്പത്തിക വളർച്ച ആവശ്യമാണ്. ഉയർന്ന സാക്ഷരത, കുറഞ്ഞ ശിശുമരണ നിരക്ക്, നിയന്ത്രിത ജനസംഖ്യാ വളർച്ച, വിശാലമായ ആരോഗ്യ പരിപാലന സേവനം, വർദ്ധിച്ച ആയുർദൈർഘ്യം എന്നിവയ്ക്ക് സ്ഥിരമായ ധനസഹായം ആവശ്യമാണ്. മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ തുടർച്ചയായ ശ്രമങ്ങൾ സാധാരണ വികസനത്തിനും സാമ്പത്തിക വളർച്ച ഉറപ്പാക്കേണ്ടതുണ്ട്. എല്ലാ തലങ്ങളിലുമുള്ള സമർപ്പിതമായ നേതാക്കളോടൊപ്പം സാധാരണ ജനങ്ങൾക്കിടയിൽ ഉയർന്ന തലത്തിലുള്ള രാഷ്ട്രീയ പങ്കാളിത്തവും സജീവതയും ഇതിൽ ഉൾപ്പെടുത്തുന്നു. ഇനി ഹെൽത്ത് സെക്ടർ ഡെവലപ്മെൻറ്റ് ഇൻ കേരള. കേരളത്തിലെ ഉയർന്ന ആരോഗ്യനില കൈവരിക്കുന്നതിനുള്ള പ്രധാന ഘടകമായി ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെ കണക്കാക്കുന്നു. സംസ്ഥാന രൂപീകരണം മുതൽ ആരോഗ്യ സംരക്ഷണം ഗവൺമെൻറ്റുകളുടെ മുൻഗണനയിലൊന്നായിരുന്നു. ജനങ്ങൾക്ക് പ്രാപ്യമായ പാശ്ചാത്യവും പരമ്പരാഗതവുമായ വൈദ്യശാസ്ത്രം ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഈ ഒരു സംവിധാനം വികസിപ്പിച്ചത്. പരിചരണ സേവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളെ 3 വിഭാഗങ്ങളായി തിരിക്കാം. അലോപ്പതി അഥവാ പാശ്ചാത്യ വൈദ്യം, ആയുർവേദം, ഹോമിയോപ്പതി. കൂടാതെ ഉടമസ്ഥാവകാശം കണക്കിലെടുത്ത് 3 വിഭാഗങ്ങൾ: പൊതു, സ്വകാര്യ, സഹകരണ മേഖലകൾ. മൊത്തം സൗകര്യങ്ങളുടെ 36.9%, മൊത്തം കിടക്കകളുടെ 94.2% അടങ്ങുന്ന അലോപ്പതിയെ സംബന്ധിച്ചിടത്തോളം പൊതുമേഖലയ്ക്ക് 23.3 സൗകര്യങ്ങളും 39.5 കിടക്കകളും, സ്വകാര്യ മേഖലയ്ക്ക് 75.8 സൗകര്യങ്ങളും 58.3% കിടക്കകളുമുണ്ട്. 74% ജനസംഖ്യയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പൊതുമേഖലയുടെ അലോപ്പതി സൗകര്യങ്ങൾ വ്യവസ്ഥാപിതമായി ക്രമീകരിച്ചിരിക്കുന്നു. അതിനാൽ വ്യത്യസ്ത പ്രവർത്തന ശേഷിയുള്ള ഓരോ സൗകര്യത്തിനും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും. ഓരോ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററും ഏകദേശം 2,30,000 പേർക്ക് സേവനം നൽകുന്നു. ഓരോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും ഏകദേശം 26,000 ജനസംഖ്യയ്ക്ക് സേവനം നൽകുന്നു. കിടക്കയില്ലാത്ത ഗ്രാസ് റൂട്ട് സ്ഥാപനങ്ങളായി PHCകളുടെ 5,094 ഉപകേന്ദ്രങ്ങളുണ്ട്. അവയിൽ ഓരോന്നിനും ഏകദേശം 4,700 പേർക്ക് സേവനം നൽകുന്നു. നിർണായകമായ തെളിവുകൾ നിലവിലില്ലെങ്കിലും ഗ്രാസ് റൂട്ട് ലെവൽ വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ വിപുലമായ ശൃംഖല കേരളത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയായ നഗര ഗ്രാമ അസമത്വത്തിന് കുറവ് വരുത്തി കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. കൂടാതെ സമൂലമായ ആരോഗ്യ നയമാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് കേരള സർക്കാർ ഒരു ടാസ്ക് ഗ്രൂപ്പിന് രൂപം നൽകി. അതിൻ്റെ ഫലം ദി ഹെൽത്ത് വിഷൻ കേരള 2024 പ്രസിദ്ധീകരിക്കുകയും ദി ഹെൽത്ത് വിഷൻ കേരള 2025 പ്രസിദ്ധീകരിക്കും. സ്വകാര്യ മേഖലയെ ഉൾപ്പെടുത്തി ഒരു പുതിയ ആരോഗ്യ പരിരക്ഷാ സംവിധാനം സൃഷ്ടിച്ചുകൊണ്ട് സർക്കാർ ഒരു ആരോഗ്യ പരിരക്ഷാ ദാതാവ് എന്ന നിലയിൽ അതിൻ്റെ പങ്ക് ക്രമേണ കുറിക്കുന്നതിനുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രതിരോധ പരിചരണം നൽകാനും ആവശ്യമുള്ളവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയും. ഇതിനുള്ള ഒരു തന്ത്രം ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനം എല്ലാവർക്കും അല്ലെങ്കിൽ ജനസംഖ്യയുടെ വലിയൊരു അനുപാതത്തിന് സാമ്പത്തിക അപകട സാധ്യത പരിരക്ഷ നൽകുന്ന വിധത്തിൽ പുനഃക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിലവിൽ നിരവധി സാമൂഹിക അല്ലെങ്കിൽ സ്വകാര്യ ഇൻഷുറൻസ് സ്കീമുകൾ നിലവിലുണ്ടെങ്കിലും അവ ജനസംഖ്യയുടെ 3% പേർക്ക് മാത്രമേ പരിരക്ഷ നൽകുന്നുള്ളൂ. അതിൽ ഭൂരിഭാഗവും ഉയർന്ന അല്ലെങ്കിൽ ഇടത്തരം വരുമാനമുള്ള ഗ്രൂപ്പുകളാണ്. ഇനി വരുന്നത് എൻവിയോൺമെൻ്റൽ ഇഷ്യൂസാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വൃത്തിയുള്ള അന്തരീക്ഷത്തിന് പേരുകേട്ടതാണ് കേരളം. എന്നിരുന്നാലും പരിസ്ഥിതി മലിനീകരണം ഉയർന്നു വരുന്ന ഒരു പ്രശ്നമാണ്.
എന്നിരുന്നാലും പരിസ്ഥിതി മലിനീകരണം ഉയർന്നു വരുന്ന ഒരു പ്രശ്നമാണ്. ജലമലിനീകരണത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങളും പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ദേശീയ തലത്തിൽ നടപ്പിലാക്കിയ നയപരിപാടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ട്. കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട പ്രധാന ജലഗുണ പ്രശ്നങ്ങൾ ബാക്ടീരിയ മലിനീകരണമാണ്. ചാലക്കുടി, പെരിയാർ, മൂവാറ്റുപുഴ, മീനച്ചിൽ, പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളുടെ വിലയിരുത്തൽ സൂചിപ്പിക്കുന്നത് ബാക്ടീരിയ മലിനീകരണം മൂലമാണ് പ്രധാന ഗുണനിലവാര പ്രശ്നം. ഖരമാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും കുളിക്കുന്നതും മാലിന്യങ്ങൾ പുറന്തള്ളുന്നതും കാരണം എല്ലാ നദികളും പ്രാദേശിക തലത്തിലുള്ള ഗുണനിലവാര പ്രശ്നങ്ങൾ നേരിടുന്നു. ഭൂഗർഭജലത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കിണറുകളുടെ ജലത്തിൻ്റെ ഗുണനിലവാര സവിശേഷതകൾ രാസജൈവ മാലിന്യങ്ങൾ ബാധിച്ചതായി കണ്ടെത്തി. കിണർ പരമ്പരാഗത അറ്റകുറ്റപ്പണി ശീലങ്ങൾ, വെള്ളം വലിച്ചെടുക്കാൻ ബക്കറ്റുകളുടെയും കയറിൻ്റെയും ഉപയോഗം, അടുക്കള മാലിന്യങ്ങൾ, കിണറുകളിൽ നിന്ന് 5 മീറ്റർ താഴെ ദൂരത്തിൽ ശരാശരി കുടുംബഭൂമിയുള്ള കുഴിക്കക്കൂസുകൾ എന്നിവ ചില ഘടകങ്ങളാണ്. ബാക്ടീരിയോളജിക്കൽ മലിനീകരണത്തിന് കാരണമാകുന്നതായി കണ്ടെത്തി. എന്നീ ഘടകങ്ങൾ ബാക്ടീരിയോളജിക്കൽ മലിനീകരണത്തിന് കാരണമാകുന്നതായി കണ്ടെത്തി. കേരളത്തിലെ പല കുടിവെള്ള സ്രോതസ്സുകളും മലിനമാകുന്നതിന് കാരണം കേരളത്തിലെ ശുചിത്വ നടപടികളുടെ അഭാവമാണെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. കേരളത്തിലെ പ്രധാന വ്യവസായങ്ങൾ പ്രതിദിനം 5 ക്യൂബിക് മീറ്റർ കുറവ് മാലിന്യം കേരളത്തിലെ നദികളിലേക്ക് തള്ളുന്നു. വേമ്പനാട്ട്, അഷ്ടമുടി, വേളിക്കായൽ ജില്ലയിലെ പ്രധാന അഴിമുഖങ്ങളിൽ 5 എണ്ണം മലിനീകരണം ബാധിച്ചിരിക്കുന്നു. വേളിക്കായൽ ജില്ലയിലെ പ്രധാന അഴിമുകളിൽ 5 എണ്ണവും മലിനീകരണം ബാധിച്ചിരിക്കുന്നു. സംസ്ഥാനമൊട്ടാകെ വിശദമായ പഠനമൊന്നും നടന്നിട്ടില്ലെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജലത്തിൻ്റെ ഗുണനിലവാരം ജലത്തിൻ്റെ ഗുണനിലവാരം കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മലിനീകരണ പ്രശ്നം ഭൂവിനിയോഗ രീതികളുമായി അടുത്ത ബന്ധമുള്ളവയാണ്. കൊച്ചിയിലെയും വേളിയിലെയും തീരജലത്തിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിൻ്റെ സാമ്പിളിൽ അലിഞ്ഞു ചേർന്നതും കണികളുമായ കാഡ്മിയം, മെർക്കുറി എന്നിവയുടെ ഉയർന്ന സാന്ദ്രത പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ലെവലിൽ അലിഞ്ഞു ചേർന്ന ഓക്സിജൻ്റെ അളവ് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നു. കൊച്ചി നഗരത്തിൽ നിന്നും സമീപ പ്രദേശങ്ങളുള്ള വ്യാവസായിക നഗര സമ്പന്നതയാണ് വേമ്പനാട് അഴിമുഖത്തെ മലിനമാക്കുന്നത്. ഒരു പ്രധാന വ്യാവസായിക കേന്ദ്രമെന്ന നിലയിൽ ഈ പ്രദേശം കനത്ത നരവംശ സമ്മർദ്ദത്തിന് വിധേയമാണ്. കൊച്ചി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം 3.5 ബില്യൺ ലിറ്റർ ഗാർഹിക മലിനജലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ മലിനജലത്തിൽ ഏകദേശം 90% എണ്ണം ശുദ്ധീകരിക്കാതെ ചുറ്റുമുള്ള ജലാശയങ്ങളിലേക്ക് പുറന്തള്ളുന്നു. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ജലസ്രോതസ്സുകളും നഗര വ്യാവസായിക മാലിന്യങ്ങൾ ബാധിക്കുന്നു. സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാർ മധ്യ കേരളത്തിൻ്റെ ജീവരേഖയായി കണക്കാക്കപ്പെടുന്നു. വിവിധ നരവംശ സമ്മർദ്ദങ്ങൾ കാരണം ഈ നദി അതിൻ്റെ ഒഴുക്കിലുടനീളം ക്രമേണ പരിസ്ഥിതി നാശത്തിന് വിധേയമാകുന്നു. കേരളത്തിലെ പുറംവെള്ളവും ഗ്രാമീണ അഴിമുഖവും വ്യത്യസ്ത അളവിലുള്ള മലിനീകരണം അനുഭവിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലെയും തീരപ്രദേശങ്ങളിലെയും നഗരവൽക്കരണത്തിനും വ്യവസായവൽക്കരണത്തിനും പുറമെ നാരുകൾ തൊണ്ടയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതിന് മുമ്പ് ഉപ്പുവെള്ളത്തിൽ മുക്കി തേങ്ങയുടെ തൊണ്ട് മുക്കി വയ്ക്കുന്ന പ്രക്രിയയാണ് തെങ്ങ് ചുട്ടെടുക്കൽ. അവസാനമായി ശുദ്ധജല അന്തരീക്ഷം നെല്ല് വളർത്തുന്നതിന് അനുയോജ്യമാണ് എന്നതുകൊണ്ട് നെല്ല് വർഷത്തിൽ 3 തവണ വിളവെടുക്കുന്നു. ഇതിന് വളങ്ങളുടെ കനത്ത ഉപയോഗം ആവശ്യമാണ്. ശേഷിക്കുന്ന നൈട്രേറ്റുകൾ ജലത്തിൻ്റെ ഗുണനിലവാര പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അവശിഷ്ടങ്ങൾ മൂലമുണ്ടാകുന്ന മലിനീകരണം ആലപ്പുഴയിലും കോട്ടയത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നെൽവയലുകളിൽ കാണപ്പെടുന്ന ആൽഗകൾ നൈട്രേറ്റിൻ്റെ അളവ് വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കാം. കേരളത്തിലെ ജനസംഖ്യാ സമ്മർദ്ദവും തൊഴിലില്ലായ്മയും സംസ്ഥാന നയങ്ങളും വലിയ തോതിലുള്ള ആഭ്യന്തര കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇത് ആളുകൾ മാറിയ ഈ പ്രദേശത്ത് ദ്രുതഗതിയിലുള്ള വനനശീകരണത്തിന് കാരണമായി. പശ്ചിമഘട്ടത്തിലെ വൻതോതിലുള്ള വനനശീകരണവും പ്രകൃതിദത്ത സസ്യജാലങ്ങൾക്ക് പകരമായി ഉയർന്ന പ്രദേശങ്ങളിൽ തോട്ടവിളകൾ ആരംഭിച്ചതും മണ്ണിൻ്റെ സംഭരണശേഷി കുറയ്ക്കുന്നതും ജലാശയങ്ങളിലെ ഉപരിതല മണ്ണൊലിപ്പും നദികളിലെ അവശിഷ്ടത്തിനും കാരണമായി. വനനശീകരണത്തിൻ്റെ അനന്തരഫലങ്ങളിൽ അടിക്കടിയിലുള്ള വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണൊലിപ്പ്, ജലസംഭരണികളുടെ ചെളിക്കെട്ട് എന്നിവ ഉൾപ്പെടുന്നു. ഇവയെല്ലാം ഗുരുതരമായ പാരിസ്ഥിതികവും
ഗുരുതരമായ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ജനസംഖ്യാ വർധനവ് നെൽപ്പാടങ്ങൾ മറ്റ് കാര്യങ്ങളിലേക്ക് മാറ്റുന്നതിനും ഇടയാക്കിയിട്ടുണ്ട്. നദികളിലെയും തണ്ണീർത്തടങ്ങളിലെയും മണൽ ഖനനം നീർത്തടങ്ങളിലെയും മണൽ ഖനനം നദികളെ കൊല്ലുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ തീരത്തെ മണ്ണൊലിപ്പിനും ജലവിധാനം താഴ്ത്തുന്നതിനും മറ്റു നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണമാകുന്നു. കളിമൺ ഖനനം ഭൂഗർഭജലത്തിൻ്റെ റീചാർജ് ശേഷിയും മണ്ണിൻ്റെ ജലനിർത്താനുള്ള ശേഷിയും കുറയ്ക്കുന്നതിനും നെൽകൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്നതിനും കാരണമാകുന്നു. കേരളത്തിലെ നഗരവൽക്കരണം ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം വലിയ മെഗാ സിറ്റികളേക്കാൾ ചെറിയതും നന്നായി വിതരണം ചെയ്യപ്പെടുന്നതുമായ നഗര കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്തിൻ്റെ ആധിപത്യം. കേരളത്തിലുടനീളം സവിശേഷമായ ഒരു ഗ്രാമീണ നഗര തുടർച്ച പ്രദർശിപ്പിക്കപ്പെടുന്നു. ഇനി നമുക്ക് സൈലന്റ് വാലി മൂവ്മെൻറ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.